പാപമില്ലാത്തവനായി പരിശുദ്ധനായി ഈ ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രനായ യേശു ഇവിടെ ജനിച്ച് ജീവിച്ച് 33.5 വർഷം ഈ ഭൂമിയിൽ പിതാവായ ദൈവത്തെ ജീവിതം കൊണ്ട്, വചനങ്ങൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട്, അത്ഭുതങ്ങൾ കൊണ്ട് വെളിപ്പെടുത്തിയ ദൈവമാണ്, ദൈവപുത്രനാണ് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 4:12 അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷ പ്രാപിക്കുവാൻ യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. ഈ ദിനത്തിൽ ഒരിക്കൽ കൂടെ നമുക്ക് വേണ്ടി ജീവനെ നൽകിയ, നിങ്ങളുടെ വിമോചനത്തിനായി ക്രൂശിൽ മരിച്ച, നിങ്ങളെ തകർച്ചകളിൽ നിന്ന്, മരണത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന് വിമോചിപ്പിച്ച് നിങ്ങൾക്ക് നിത്യജീവൻ നൽകി തരുവാൻ ഇഹലോകത്തിലേക്ക് കടന്നു വന്ന ദൈവപുത്രനായ ക്രിസ്തുവിനെ നമുക്കോർക്കാം. ഓർക്കുക മാത്രമല്ല, അധരങ്ങൾ തുറന്ന് പറയാം, ഉയർത്തെഴുന്നേറ്റ യേശുവേ, എനിക്കായി മരിച്ച കർത്താവേ, ഞാൻ നിനക്കായി ജീവിക്കും. എനിക്കായി മരിച്ച യേശുവേ, ഞാൻ അങ്ങയ്ക്കായി ജീവിക്കും. ശത്രുവായിരുന്ന എന്നെ മിത്രമാക്കിയ കർത്താവേ, എന്നെ നീതീകരിച്ച ദൈവമേ, ലോകം മുഴുവൻ എന്നെ കുറ്റപ്പെടുത്തുമ്പോഴും ജീവനെ നൽകി എന്നെ നീതീകരിച്ചവനായ കർത്താവേ, സ്നേഹത്തെ ക്രൂശിൽ പ്രകടമാക്കിയ യേശുവേ, ദൈവകുഞ്ഞാടെ, അങ്ങയ്ക്കായി എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, യേശുവേ, എൻ്റെ ആത്മാവിലേക്ക് വരണമേ, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് വായ് തുറന്ന് പറഞ്ഞാൽ അവൻ നിങ്ങളുടെ അരികിലേക്ക് വരും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. നിങ്ങൾ വായ് തുറന്ന് പറയുമോ? വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരും, അവൻ എന്നോടും ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും. യേശു കർത്താവ് 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിതനായി കിടക്കുമ്പോൾ ഒരു കള്ളൻ കർത്താവിനോട് പറഞ്ഞു, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ. ക്രൂശിൽ കിടന്ന ആ കള്ളനെ പോലും കൈവിടാത്ത കർത്താവ്, നീയും ഇന്ന് എന്നോടുകൂടെ പറുദീസായിൽ ഇരിക്കുമെന്ന് അവന് വാഗ്ദത്തം കൊടുത്ത കർത്താവ്, നിങ്ങൾ എത്ര വലിയ പാപിയെങ്കിലും, തകർന്നവനെങ്കിലും, പരാജിതനെങ്കിലും അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ദൈവം നിങ്ങളെ കൈവിടുകയില്ല. യേശുവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കുമോ?